സാബു എം ജേക്കബ് നേതൃത്വം നൽകുന്ന 2020 NDAയിലേക്ക് നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് 2020 ഔദ്യോഗികമായി NDAയുടെ ഭാഗമാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. NDA മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് വികസിത കേരളമാണെന്നും 2020 വിഭാവനം ചെയ്യുന്നത് വികസന രാഷ്ട്രീയമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം പ്രതിനിധികൾ ചേരുകയാണ്. പ്രജിത്ത് മോഹനനും ജിജീഷ് കരുണാകരനും ചേരുന്നു. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിന് 2020 NDAയുടെ ഭാഗമാകുന്നതോടുകൂടി എത്രത്തോളം NDAയ്ക്ക് കരുത്തുകൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് 2020 NDAയിലെ ഭാഗമാകുന്നത് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. വികസന കാഴ്ചപ്പാടാണ് BJPയുടെ എക്കാലത്തെയും ലക്ഷ്യം. ഇടതും വലതും ഭരിച്ചു മുടിച്ച കേരളത്തിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കണമെങ്കിൽ അത് BJPക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ വാക്കുകൾക്ക് പിന്നിൽ NDAയിലേക്ക് എത്തിയാൽ ഒരു വികസിത കേരളം, വികസന രാഷ്ട്രീയം അത് എത്രത്തോളം മുന്നിലേക്ക് വരും എന്നാണ് 2020 പറയുന്നത്? മത്സരിച്ച 8 സീറ്റുകളിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 8 സീറ്റുകളിൽ നിന്ന് മാത്രം അവിടെ പോൾ ചെയ്ത വോട്ടിൻ്റെ 15% പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് 2020 എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വളരെ കുറച്ചു കാലം കൊണ്ട് കേരളത്തിൽ സാധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ അവരൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വലിയ മുന്നണികൾക്ക് മുകളിലേക്ക് വലിയ വിജയമൊന്നും, അത്ര വലിയ വിജയത്തിലേക്ക്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 2020യുടെ NDAയിലേക്കുള്ള കടന്നുവരവ് അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചില മാറ്റങ്ങളുടെ ഒരു വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഒന്ന്, കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം മുന്നണിയുണ്ട്. ആ മൂന്നാം മുന്നണി എന്ന് പറയുന്നത് അവിടെ BJP മാത്രം നേതൃത്വം നൽകുന്ന, മറ്റു ചെറു കക്ഷികളും നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചിന്തിക്കുന്നവർക്ക് വന്നു ചേരാനുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് NDA എന്നുള്ള വലിയ സന്ദേശം കൂടിയാണ് 2020യുടെ കടന്നുവരവ് നൽകുന്നത്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റി നിർത്തലുകൾക്കോ മറ്റ് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കോ ഐഡിയോളജികളിലെ വ്യത്യാസങ്ങൾക്കോ സാധ്യതയില്ല എന്നുള്ളതാണ്. വികസനം എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടി നിലവിൽ BJP മാത്രമാണ്, NDA മാത്രമാണ്. അപ്പോൾ NDAയോടൊപ്പം ചേർന്നിരിക്കുന്നതാണ് തങ്ങളുടെ വികസന നയവും എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാബു എം ജേക്കബിൻ്റെ 2020 NDAയിലേക്ക് വരുന്നത്. ഈ NDAയിലേക്ക് 2020 വരുന്നതോടുകൂടി സമാനമായി ചിന്തിക്കുന്ന, രാഷ്ട്രീയത്തിനപ്പുറം പാർട്ടിസാൻ പൊളിറ്റിക്സിനപ്പുറത്തേക്ക് വികസനത്തെപ്പറ്റി ചിന്തിക്കുന്ന, നാടിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കൂടി NDAയുടെ ഒപ്പം വരാനുള്ള വലിയ പിന്തുണ, അല്ലെങ്കിൽ വലിയൊരു ചിന്തയിലുണ്ടാക്കുന്ന മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒരു കടന്നുവരവാണ് ഇപ്പോൾ 2020യുടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2020യുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങൾക്ക് എന്നതിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിൽ ശക്തി തെളിയിച്ചിട്ടുള്ള മറ്റ് പല രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഭാവിയിൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്ന വലിയ സൂചന കൂടി 2020യുടെ കടന്നുവരവ് നൽകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇന്ന് സാബു എം ജേക്കബ് വളരെ കൃത്യമായി പറയുന്നത്, രാഷ്ട്രീയ മാറ്റത്തിന് അനിവാര്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് തങ്ങൾ പോയി എന്നുള്ളതാണ്. അതായത് നിലവിൽ കേരളത്തിൻ്റെ വികസനത്തിന് തങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഇത്തരമൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങും എത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി അവർക്കുണ്ട്. ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി ഒരു കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നു, നാടിൻ്റെ വികസനം വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം കൂടി ഒന്നു ചേർന്ന് അവർ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. 25ഓളം രാഷ്ട്രീയ പാർട്ടികളാണ് LDFൻ്റെയും UDFൻ്റെയും എന്തിനേറെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഈ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും എല്ലാം സംവിധാനങ്ങൾ ഒന്നിച്ചു നിന്ന് ഒരേ ചിഹ്നത്തിൽ മത്സരിച്ച് തങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ച ചരിത്രം അവർ പറയുകയുണ്ടായി. അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക്, കേരളത്തിൻ്റെ വികസനം പറഞ്ഞ് കേരളത്തിൻ്റെ ഈ പരമ്പരാഗത രീതികളിൽ നിന്ന് അകന്നു നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചതിന് തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് 2020യുടെ NDA പ്രവേശനം എന്നുള്ളതാണ് സാബു എം ജേക്കബ് പറഞ്ഞത്. അത് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാതെ എല്ലാവരും കൂടി ചേർന്ന് മത്സരിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും 89 സീറ്റുകൾ നേടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിജീവനത്തിൻ്റെ കാതരചിച്ച 2020ക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, കേരളത്തിൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫീൽഡിൽ മുന്നോട്ട് പോകാൻ, ശക്തിയോടെ മുന്നോട്ട് പോകാൻ ഒരു മികച്ച സംവിധാനത്തിൻ്റെ, ഒരു NDA പോലെയുള്ള ഒരു മികച്ച മുന്നണി സംവിധാനത്തിൻ്റെ പിന്തുണ കൂടി വേണമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് നാടിൻ്റെ വികസനം പറയുന്നത് BJP
പിയും NDAയും മാത്രമാണ് എന്നുള്ള ചിത്രവും അവർക്ക് മുന്നിലുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് NDAയിലേക്ക് 2020 കടന്നു വരുന്നത്. ഒരു വശത്ത് NDA പോലൊരു വലിയ മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത 2020ക്കുണ്ട്, അവരുടെ മുന്നോട്ട് പോക്കിനുണ്ട്, അവരുടെ സർവൈവലിനുണ്ട്. അതേപോലെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം എന്നുള്ളത് അതിന് ചേർന്ന് നിൽക്കുന്ന ഏക രാഷ്ട്രീയ സംവിധാനം NDAയാണ്. രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നത് പോലെയുള്ള വലിയ മാറ്റങ്ങൾ മറ്റാരും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് സാബു എം ജേക്കബ് അടിവരയിട്ട് പറയുന്നു. കേരളത്തിൻ്റെ വികസന രംഗത്തെ വലിയ മാറ്റങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് കഴിയും, NDAക്ക് കഴിയും എന്നുള്ളതും അദ്ദേഹം പറയുന്നു. എന്തായാലും മറ്റ് കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ സീറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നില്ല. ഇനി ഒരുമിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം നേരിടുക എന്നുള്ളതാണ് മുന്നിലുള്ളത്. അതിന് മുന്നോടിയായി നാളെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ NDAയിലേക്കുള്ള ഈ പ്രവേശനം അത് ഔദ്യോഗികമായി 2020ക്ക് ഉണ്ടാകും. ഇന്നതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞു. നാളെ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തിൻ്റെ വികസന രേഖ പ്രഖ്യാപിക്കാനെത്തുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നിച്ചുകൂടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി NDAയുടെ ഒപ്പം ചേരുന്നു എന്നുള്ള വളരെ അപൂർവമായിട്ടുള്ളൊരു സാഹചര്യം അവിടെയുണ്ട്. അങ്ങനെ ഒരിടത്ത് തലസ്ഥാനത്തിൻ്റെ വികസന പ്രഖ്യാപനമാണെങ്കിൽ അടുത്തത് സംഭവിക്കാൻ പോകുന്നത്, അതിനൊപ്പം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ഒത്തുചേരലാണ്. ആ ഒത്തുചേരലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ തലസ്ഥാനത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. അങ്ങനെ നമ്മൾ ആദ്യഘട്ടം മുതൽ പറയുന്നത് വിസ്മയമുണ്ടാകുമെന്ന് പറഞ്ഞത് VD സതീശനാണ്, വിസ്മയമുണ്ടാകുമെന്ന് പറഞ്ഞത് UDFയിലാണ്. പക്ഷേ ആ വിസ്മയം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ NDAയാണ്. കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സർപ്രൈസ് പ്രഖ്യാപനം. ഈ നിമിഷം ഇന്ന് ഉച്ചവരെ കേരളത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലും ഉണ്ടാകാതിരുന്ന ഒരു പുതിയൊരു സഖ്യകക്ഷി കൂടി NDAയിലേക്ക് വരുന്ന സാഹചര്യം, ഒരു മാധ്യമങ്ങൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യാത്തൊരു അലയൻസ് അത് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സർപ്രൈസ് പ്രഖ്യാപനവുമായി BJPയും 2020യും കടന്നു വരുന്നു. അങ്ങനെ NDAയുടെ ഭാഗമായി ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി, അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച, കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുള്ള, പ്രാദേശിക തലങ്ങളിലാണെങ്കിലും ശരി വലിയ ചേഞ്ചുകൾക്ക് കാരണമായിട്ടുള്ള 2020 പോലെയുള്ള രാഷ്ട്രീയ സംവിധാനമാണ് എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും നാളെ 2020 ഔദ്യോഗികമായി NDAയുടെ ഭാഗമായി മാറുകയും ചെയ്യും. രോഹിണി. അതെ, പ്രജിത്ത് തുടരുക. ജിജീഷിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജിജീഷ്, നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് ഒരു വലിയ മാറ്റത്തിന് തന്നെ കാരണമാകുന്ന ഒരു നീക്കം തന്നെയാണ് ഇത് എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം 2020 BJPയിൽ ലയിച്ചത്, NDAയുടെ ഭാഗമായത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് കരുതേണ്ടത്? ജിജീഷിലേക്ക് എത്താം. ഏറെ നിർണായകമായ ഒരു നീക്കമാണ്, കേരള രാഷ്ട്രീയത്തിലെ ഏറെ നിർണായകമായ ഒരു ചുവടുവയ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2020 NDAയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2020 നേതൃത്വം നൽകുന്ന സാബു M ജേക്കബാണ് ഇന്ന് NDAയുടെ ഭാഗമാകുന്ന കാര്യം രാജീവ് ചന്ദ്രശേഖർ മുഖേന അറിയിക്കുന്നത്. ഒരു വാർത്താ സമ്മേളനത്തിലാണ്. 2020 മാധ്യമങ്ങൾക്ക് പോലും ഇതിന് മുൻപ് ഇത്തരമൊരു സൂചന പോലും ലഭിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് തങ്ങൾ NDAയുടെ ഭാഗമാകുന്നത് എന്ന് സാബു M ജേക്കബ് വ്യക്തമാക്കി. വികസന രാഷ്ട്രീയം അതുതന്നെയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം BJP എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ആ വികസനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ NDAയുടെ ഭാഗമാകുന്നത് എന്നാണ് സാബു M ജേക്കബ് വ്യക്തമാക്കിയത്. ഒരു യഥാർത്ഥ വികസനം അത് BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇത്രയും നാളും കേരളം ഇടതും വലതും ഭരിച്ചു മുടിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾ BJPയിൽ ആകൃഷ്ടരായത്. വികസനം സാധ്യമാകണമെങ്കിൽ NDAയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. വികസനത്തിനൊപ്പമാണ് തങ്ങൾ. അതുകൊണ്ട് തന്നെ BJPയോടൊപ്പം ചേരുന്നു, NDAയുടെ ഭാഗമാകുന്നു എന്നാണ് അറിയിച്ചത്.